മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗമാണ്. അവൻ മലയിലേക്ക് കയറി. ശിഷ്യൻ മലയിലേക്ക് ദർശനം വെച്ച് ജീവിക്കേണ്ടവനാണ്. ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ സമതലത്തിൽ നിന്നും അപ്പോസ്തലന്മാരെ ക്ഷണിക്കുകയാണ്. അവൻ മലമുകളിലേക്ക് കയറി. ആ മലമുകളിലേക്കുള്ള ജീവിതമാണ് നിൻ്റേത്. കൈപിടിച്ച് മലയിലേക്ക്. ഒരു ക്രിസ്തു ശിഷ്യൻ മല ലക്ഷ്യം വെച്ചുള്ള ജീവിതമായിരിക്കണം. സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതമായിരിക്കണം. താഴ്വാരങ്ങളിൽ തൃപ്തിപ്പെട്ട് നിൽക്കുന്നവരായി മാറരുത്. താഴ്വശത്തുള്ള തീറ്റയും പോച്ചയുമായി ജീവിതത്തെ അതിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി മുകൾ വിഷയങ്ങൾ, സ്വർഗീയ വിഷയങ്ങൾക്ക് താല്പര്യമുള്ളവനായി നമ്മുടെ ജീവിതം മാറണം. ഈ ഭൂമിയും അതിൻ്റെ സുഖങ്ങളും അതിൻ്റെ സന്തോഷങ്ങൾക്കും വിട പറഞ്ഞ് സ്വർഗോന്മുഖമായി നിൻ്റെ ജീവിതത്തെ മാറ്റണമെന്നതാണ് സൂചന. 12 ശിഷ്യന്മാരോടുമായി ആദ്യത്തെ പ്രബോധനം ഇതാണ്. മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. സ്വർഗത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിന്മേൽ വീണിട്ടുള്ളത് കൊണ്ടാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിളിച്ച് നിന്നെ മലയുടെ ഭാഗമാക്കി മാറ്റി. ഈ ഭൂമിയുടെ സ്വന്തമായിരുന്ന നിന്നെ സ്വർഗത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സ്വർഗം അല്പമല്ല നിന്നെ സ്നേഹിച്ചത്. ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്നെ സ്വർഗത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്നെ സ്വർഗം വിളിച്ചത്, വേർതിരിച്ചത്, സ്വന്തമാക്കിയത്. ആമേൻ.